എന്തോ ബഹളം. പോവാം. 5 അതെ 5 മണിയുടെ ഫംഗ്ഷൻ ആണ്. 5:30 അല്ല ഇപ്പോഴെങ്കിലും ഇനി ഇവിടെ ഇറങ്ങി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് വേണം എത്താൻ. പേരൂർ അല്ലേ? ഏത് പേരൂരല്ലേ സ്ഥലം? പേരൂർ കാവലയില് നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയപ്പോ എവിടെയാണ് എടുത്തെന്ന് നോക്കി നമുക്ക് സജസ്റ്റ് ചെയ്ത് പൊന്നു കോട്ടയം കുഞ്ഞമ്മ. അതെ പൊന്നോട് പറഞ്ഞ എങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് രാവിലെ അതെ ഞാനും സുന്ദരനായല്ലോ. അതെ എനിക്കും ഫേഷ്യലൊക്കെ കിട്ടി. എന്തായാലും എനിക്ക് കുറച്ച് സമയം ഇത്ര മണിക്കൂർ ഇവിടെ വന്നിട്ട് കുറച്ചു നേരമായല്ലോ. നമ്മളതെ സമയം ഉണ്ടായിരുന്നു ഫേഷ്യൽ ചെയ്ത് മെഡിക്കർ ചെയ്ത് പിന്നെ ജസ്റ്റ്. അതെ എനിക്കും ബോറൊന്നും അടിച്ചില്ല. എനിക്കും എല്ലാ പരിപാടികളും എനിക്കും സമയം ഉണ്ടായിരുന്നു. 1+1 ആയിരുന്നു. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഇറങ്ങാം. തിരുവനന്തപുരമാണ് ഒരു ഷൂട്ടിന്റെ കാര്യമായിട്ട് കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞു. അങ്ങനെ എന്തായാലും മേക്കപ്പ് ഇട്ടുകൊണ്ട് ലെനയെ കണ്ട് മനസ്സിലായി. അവർക്ക് നേരത്തെ കണ്ട് മനസ്സിലാവത്തില്ല. ഓക്കെ കമോൺ ലെറ്റ്സ് ഗോ. വണ്ടി കയറിക്കോളൂ. സോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ഫംഗ്ഷനാണ് ഏത് ഫംഗ്ഷൻ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കമോൺ ലെന പറഞ്ഞോളൂ. ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്. ബർത്ത്ഡേ കം മാമോദിസയാണ്. മാമോദിസ കഴിഞ്ഞു. പക്ഷേ ഫസ്റ്റ് ബർത്ത്ഡേയും മാമോദിസയും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ബിബിൻ ജസ്ന നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്നവർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളും അതിലുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രോഗ്രാമിൽ. സോ അങ്ങനെ ആ പ്രോഗ്രാമിൽ പോയി നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളാണ് ബിബിൻ ജസ്ന. അതിൽ 8 കപ്പിൾസ് ആണ് ഉണ്ടായിരുന്നത്. സഞ്ജു ലക്ഷ്മി, മീത്ത് മിരി, പിന്നെ ബിബിൻ ജസ്ന, രഞ്ജിത്ത് റിജി, നിസാർ ഷിജി, അജിത് ഡോണ, പിന്നെ നമ്മുടെ സുമിത് ഹിമ, പിന്നെ നമ്മള് അങ്ങനെ 8 കപ്പിൾസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതില് എത്രയും നാളുകളായി ഇവരെ കണ്ടിട്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ പറയുന്ന ഇവരുടെ സ്ഥലം പെരുമ്പാവൂരാണ് ബിബിൻ ജസ്നയുടെ. നമ്മളെപ്പോഴും പോവാറുണ്ട്, പക്ഷെ എപ്പോഴും നൈറ്റ് ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മൾ അവരെ കണ്ടിട്ടില്ല. അപ്പൊ കുഞ്ഞിനെ എന്തായാലും ഫസ്റ്റ് ബർത്ത്ഡേക്കെങ്കിലും നമുക്ക് ചെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ നമ്മള് കോട്ടയത്തുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ജസ്റ്റ് പേരൂരിൽ തന്നെയാണ് പോയി. അവിടെ പോയി ജസ്റ്റ് ഞങ്ങൾക്ക് അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ബ്രദറിന്റെ കല്യാണമാണ്. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. ബ്രദർ എന്ന് പറയുമ്പോൾ അനു അല്ല, നമ്മുടെ എനിക്ക് ഒരു ഓൺ ബ്രദർ ഉണ്ട്. അനു റിയൽ ബ്രദറും റിയൽ ബ്രദറിന്റെ കല്യാണമാണ്. അപ്പോഴത്തേക്കും അങ്ങനെ അതിന്റെ ഒരു ഇനി നാട്ടിലൊന്നും പോയി ഒന്നും ചെയ്യാനുള്ള സമയമില്ല. ഇന്ന് രാത്രിയായിരിക്കും നമ്മളിവിടെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്കൊരു മൂവിയുടെ കോളും ഒക്കെ ഡേയ്സ് ഒക്കെ കൺഫേം ആയിട്ട് വന്നത്. അപ്പൊ അത് കാരണം നമുക്ക് ആ ഡേയ്സിന്റെ ഇതുകൊണ്ട് പിന്നെ എന്തായാലും നാട്ടിൽ പോയി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ഒക്കെ ചെയ്ത് പിന്നെ എനിക്കിപ്പോ മേക്കപ്പ് ഞാൻ ഇപ്പൊ ജസ്റ്റ് വന്നപ്പോഴേ ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ് മതിയെന്ന് പറഞ്ഞു ലൈറ്റ് ആയിട്ടൊക്കെ ചെയ്തല്ലോ. ശരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നൈസായിട്ടുണ്ടല്ലേ നൈസായിട്ടുണ്ട്. എന്നെ കൊണ്ട് എന്തായാലും അവിടെ പോസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി എനിക്കും കുറച്ച് സർവീസ്. പക്ഷെ ഈ പരിപാടി കൊള്ളാം കേട്ടോ. ഫേഷ്യൽ ഞാൻ ഇത്രയും നാൾ താടി ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഫേഷ്യലൊന്നും ചെയ്യത്തില്ലായിരുന്നു. കാര്യം അത് നഷ്ടക്കച്ചവടമാണ്. ഇത്രയും സ്ഥലത്ത് മാത്രം അവർക്ക് ഭയങ്കര ലാഭമാണ്. എനിക്ക് ഫേഷ്യൽ ചെയ്തത് ഇത്ര സ്ഥലം മാത്രം ഇട്ടാൽ മതിയായിരുന്നല്ലോ. അപ്പൊ താടി എടുത്തിട്ട് ചെന്നാ പിന്നെ ഫേഷ്യൽ ഒന്നും ചെയ്തേക്കുന്നത്. പക്ഷെ കൊള്ളായിരുന്നു സംഭവം. ഞാൻ തിരക്കി കൂർക്കം വിളിച്ചൊക്കെ ഉറങ്ങി. ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നു. അവിടെ നിന്ന് ആരൊക്കെ വരുന്നുണ്ട്, ആരെങ്കിലും ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ടാവും. ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, ചെന്നിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ പേര് പുല്ലുവഴിയല്ലേ? മില്യൻ കൺവെൻഷൻ സെന്റർ പുല്ലുവഴിയിലാണ്. ഇത് പുല്ലുവഴി പള്ളി അതിനപ്പുറത്താണ്. കുഞ്ഞിന്റെ ഫോട്ടോ വെച്ചിട്ടാണ്. ഹലോ ബിബിൻ അച്ഛാ. ഞാൻ എന്തോ ചെയ്തെന്നാണോ ചോദിച്ചേ? ഞാൻ എന്തോ ചെറുപ്പാവാൻ വേണ്ടി താടി പിടിച്ച് വേറെ നീ ചെയ്ത് ഞാനും ചെയ്തു. ചക്കരെ അറിയാമോ? ചക്കരെ എന്താണ്
എന്താണ് നോക്കുന്നത്? അപ്പൊ ഇനി നമുക്ക് ഇറങ്ങിയാലോ? വന്നു കണ്ടു, ഫുഡ് കഴിക്കാം, പോവാം. ഇതോ ഫുഡ് കൗണ്ടേഴ്സ് ഇരിക്കുന്നു. ചേച്ചിമാര് നമ്മളെ നോക്കി വിളിക്കുന്നുണ്ട് മാടി മാടി. എല്ലാരെയും കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹലോ, എന്തൊക്കെയാ നിങ്ങളത്? ഇവര് നമ്മൾ ഒരുമിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ടിവിയില്, മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞിട്ട്. മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞിട്ട് സി കേരളത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരു 12:45 നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത്. നമ്മള് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എത്തി. എന്തായാലും ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. ഫുഡ് സൂപ്പർ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. ഹോംലി അല്ലെ കാറ്ററിംഗ് പെരുമ്പാവൂര് ഇവന്റ്സ് ഹോംലി ഇവന്റ്സ് എങ്ങാണ്ടാണ് അതിന്റെ പേര്. അത് ആദ്യം ഒരു ബീഫാണ് ഞാൻ എടുത്ത് വെച്ച് കഴിച്ചത്. അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളി. അത് മാത്രമേ എല്ലാം സൂപ്പർ ആയിട്ട്. പിന്നെ നമുക്ക് അധികം ആരെയും കാണാൻ പറ്റിയില്ല. ഒന്ന് നമ്മൾ കുറച്ചു നേരം ഉള്ളായിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല. പലർക്കും പല പല അസൗകര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് ചെന്നെങ്കിൽ നമ്മൾ ചെന്ന സമയം ഓക്കെ ആയിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞു. എന്നാലും ഫസ്റ്റ് നമ്മള് ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ തന്നെ നമ്മൾ ചെന്നു, ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാനായപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ തിരക്ക് ആയി തുടങ്ങിയപ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ബിബിൻ ജസ്റ്റിനയുടെ മോളുടെ ഇളയ മോളുടെ ബർത്ത്ഡേ സപ്പാട്ടി. അപ്പൊ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.